കോട്ടയത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മുൻ അന്താരാഷ്ട്ര ഫുട്ബോൾ റഫറി എം.ബി. സന്തോഷ് കുമാർ മത്സരിക്കുന്നു. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ തനിക്ക് വിജയം ഉറപ്പാണെന്ന് സന്തോഷ് പറയാണ് മീഡിയ വണ്ണോട്. കോട്ടയം നഗരസഭ 11-ാം വാർഡിലാണ് സന്തോഷിന്റെ അരങ്ങേറ്റ മത്സരം. കോട്ടയം എസ്.എച്ച്. മൗണ്ട് ഗ്രൗണ്ടിൽ കുറെ യുവാക്കൾ രാവിലെ ഫുട്ബോൾ കളിക്കുകയാണ്. ഫുട്ബോൾ കളിക്കുന്നിടത്ത് നമുക്കെന്ത് കാര്യം എന്ന് ചോദിക്കാൻ വരട്ടെ. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. കോട്ടയം നഗരസഭയുടെ നാഗമ്പടം നോർത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന സന്തോഷ്. അദ്ദേഹം ദേശീയ ഫുട്ബോൾ റഫറി ആയിരുന്നു. ഇപ്പോഴും ലോക്കൽ മത്സരങ്ങളിൽ സജീവമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയായി ഇപ്പോൾ ഉപജീവനവും നടത്തുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ രാവിലെ പരിശീലനത്തിനുണ്ട്. അപ്പോൾ ഇന്നലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സന്തോഷിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. സന്തോഷ് ചേട്ടാ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളും തിരഞ്ഞെടുപ്പ് കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾ 2 മാസം മുമ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പിന്നെ ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ കോട്ടയം ജില്ലാ ഓഫീസിൽ വെച്ച് പാർട്ടിയുടെ പ്രസിഡന്റ് ജിതിൽ പ്രഖ്യാപിച്ചത്. 24 കൗൺസിലർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അടുത്തുള്ള ദിവസങ്ങളിൽ ബാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കറതീർന്ന രാഷ്ട്രീയക്കാരുമായിട്ടാണ് പോരാട്ടം. UDF-ന്റെ LDF-ന്റെ ഒക്കെ ഇവിടെ സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾ, ഇവിടെ പരിചയമുള്ള ആളുകൾ. അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം അങ്ങനെ കുറച്ച് കടുപ്പമല്ലേ? ശരിക്കും ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വ്യക്തിബന്ധങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഒരു മാറ്റം ഇവിടെ നമ്മുടെ വാർഡിന് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു നിർബന്ധം കൂടെയുണ്ട്. അങ്ങനെയാണ് ഞാനൊരു സ്ഥാനാർത്ഥി ആകുന്നത് തന്നെ. ഈ കളിക്കാരനും റഫറിയും ഒക്കെ ആയതുകൊണ്ട് ചോദിക്കുക, ഇതൊരു നമ്മുടെ ഒരു ഓഫ്സൈഡ് ട്രാപ്പ് ആകുമോ, അതോ നമുക്ക് ഗോൾ അടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഫൗളാകുമോ, എന്താകും ഇതിൻ്റെ അകത്തൊരു ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തിന് തന്നെ. കാരണം ഈ ഇലക്ഷന് 2 മാസം മുമ്പ് ഞങ്ങൾ വീടുകൾ കയറിയൊക്കെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാരിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ജയിക്കാൻ വളരെ സാധ്യതയുണ്ട്. കാരണം അതാണ് മാറ്റം വേണം എന്ന് തന്നെ. ഈ 12 ഞങ്ങളുടെ പഴയ 12-ാം വാർഡായിരുന്നു, ഇപ്പോൾ 11-ആയി. അപ്പോൾ വാർഡിന്റെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാകാൻ അത് തന്നെ ഒരു പുതിയ ഒരാൾ വരണം എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ISL-ഉം അതോടൊപ്പം ദേശീയ മത്സരങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സുനിൽ ഛേത്രിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ISL-ഒക്കെ ഒരു അനിശ്ചിതത്വത്തിലാണ്. ഫുട്ബോൾ താരങ്ങളൊക്കെ വളരെ ആശങ്ക രേഖപ്പെടുത്തുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഈ ഫുട്ബോൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ, എന്താണ് ഇനിയുള്ള, അതോ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമോ? ഫുട്ബോൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം റഫറിങ്ങിന്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രായപരിധി 45 വയസ്സാണ്. ഇപ്പോൾ 2020-21 വർഷത്തിൽ എൻ്റെ ലാസ്റ്റ് ISL മത്സരത്തോടുകൂടി ഞാൻ ഒഫീഷ്യൽ ഫുട്ബോളിൽ നിന്ന് റഫറിങ്ങിൽ നിന്ന് ഇവിടെ പറഞ്ഞുവെങ്കിലും ഞാനിപ്പോഴും ഫുട്ബോൾ റഫറിങ് സജീവമാണ്. ലോക്കൽ മത്സരങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. റഫറിങ്ങിൽ ചെയ്യാവുന്ന അത്രയും കാലം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്.